പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ പുതുതായി മദ്യനിർമ്മാണ കമ്പനികൾ ആരംഭിക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ ഞാൻ പോയിരുന്നു. വിണ്ടുകീറി കിടക്കുന്ന ഭൂമിയും കുടിവെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനതയും എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. ഇതുപോലെ മഴനിഴൽ പ്രദേശമായ മറ്റൊരു പ്രദേശം നമുക്ക് കാണാൻ പ്രയാസമാണ്. നല്ല മഴ കിട്ടുന്ന സമയത്ത് പോലും അവിടുത്തെ കുളങ്ങളിൽ പകുതി പോലും വെള്ളം കിട്ടാത്ത ദുരവസ്ഥയുണ്ട്. പണ്ട് 2 തവണ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടശേഖരങ്ങളിൽ ഇപ്പോൾ ഒരു പൂ കൃഷിയാണ് ചെയ്യുന്നത്. കുടിവെള്ളത്തിന് വേണ്ടി ബോർവെല്ലുകൾ കുഴിക്കുന്ന സ്ഥിതിയാണ് അവിടെ ഉള്ളത്. പണ്ട് 150 അടി കുഴിച്ചാൽ വെള്ളം കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ 450 അടി കുഴിച്ചാലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഇതുപോലെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന, കൃഷിക്ക് കുടിവെള്ളം കിട്ടാത്ത, വേനൽക്കാലത്ത് മരങ്ങൾ പോലും ഉണങ്ങിപ്പോകുന്ന ഈ മഴനിഴൽ പ്രദേശത്ത് പ്രതിദിനം ദശലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ച് ഒരു മദ്യനിർമ്മാണ കമ്പനി ആരംഭിക്കേണ്ട ആവശ്യകത എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. സംസ്ഥാന ഗവൺമെൻറ് വലിയ ഒരു അഴിമതിക്കാണ് കളമൊരുക്കുന്നത്. 2022 ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇൻഡോർ കേന്ദ്രമായി, മധ്യപ്രദേശിലെ ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് അന്ന് അപേക്ഷ നൽകിയിരുന്നു. 2022 ഇവരെ എത്തനോൾ നിർമ്മാണത്തിനും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ബോട്ടിലിംഗ് പ്ലാന്റിനും സ്പിരിറ്റ് നിർമ്മാണത്തിനും ബിയർ ആൻഡ് വൈൻ നിർമ്മാണത്തിനുമൊക്കെയാണ് ഇവർ അനുമതി ചോദിച്ചത്. അന്ന് സംസ്ഥാന ഗവൺമെൻറ് അവരുടെ അപേക്ഷ തള്ളിക്കളഞ്ഞു. കാരണം അന്ന് മദ്യനയത്തിൽ മാറ്റം വരുത്തിയില്ലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2019 ഞാൻ പ്രതിപക്ഷ നേതാവ് വരുന്ന സമയത്താണ്, 2018 അന്ന് കണ്ണൂരെ വാരത്തടക്കം 3-4 പുതിയ ബ്രൂവറികളും ഡിസ്റ്ററികളും ആരംഭിക്കാൻ തീരുമാനമെടുത്തു. വെള്ളക്കടലാസിൽ അപേക്ഷ വാങ്ങി മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്ത് തീരുമാനമെടുത്തതിനെതിരെ ശക്തമായി ഞാനും പ്രതിപക്ഷം രംഗത്ത് വന്നപ്പോഴാണ് അവസാനം മുഖ്യമന്ത്രിക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇത്തവണ 2022 ഈ അപേക്ഷ റിജക്റ്റ് ചെയ്തത് തന്നെ മദ്യനയത്തിൽ മാറ്റം വരുത്തി കൊടുക്കാനായിരുന്നു. എൻ്റെ ചോദ്യം, എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടാണോ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ നയത്തിൽ മാറ്റം വരുത്തിയത്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയത്തിൽ മാറ്റം വരുത്തി. 2022 റിജക്റ്റ് ചെയ്ത കമ്പനിയുമായി മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? മന്ത്രി വ്യക്തമാക്കണം. ആ സംസാരത്തിൻ്റെ വെളിച്ചത്തിലല്ലേ പുതിയതായി മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷം അത് നിയമപരമായി ചെയ്യാനാണ് ക്യാബിനറ്റിൽ കൊണ്ടുപോയത്. 2018 ഒരു നിയമവും പാലിക്കാതെ ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത നടപടി ഓർത്തുകൊണ്ടാണ് ഇത്തവണ നിയമപരമായി ചെയ്യാൻ മുന്നോട്ട് വന്നത്. ഫലത്തിലുള്ള സ്ഥിതി എന്താണ്? ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇനിയും കിട്ടാൻ പോകുന്നില്ല. അതിനനുബന്ധമായി മറ്റൊരു കാര്യം കൂടിയാണ്. സർക്കാരിൻ്റെ ഒരു ഡിസ്റ്ററി അവിടെയുണ്ട്. പഴയ ചിറ്റൂർ ഷുഗർസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മലബാർ ഡിസ്റ്ററീസ്. അവിടെ പ്രൊഡക്ഷൻ ഇല്ല,
കാരണം വെള്ളമില്ലാത്തതുകൊണ്ടാണ്. പ്രൊഡക്ഷൻ ആരംഭിക്കാൻ വേണ്ടി 1,00,000 ലിറ്റർ വെള്ളം വേണമെന്നാവശ്യപ്പെട്ട് അതിന് വാട്ടർ അതോറിറ്റിക്ക് പണമടച്ച് കാത്തിരിക്കുകയാണ്. സ്വന്തം വകുപ്പിലുള്ള ഒരു ഡിസ്റ്ററി, പൊതുമേഖലാ സ്ഥാപനമായ ഡിസ്റ്ററിക്ക് 1,00,000 ലിറ്റർ വെള്ളം കൊടുക്കാത്ത എക്സൈസ് മന്ത്രിയാണ് പ്രതിദിനം 10,00,000 ലിറ്റർ വെള്ളം കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പനിക്ക് ഇപ്പോൾ അനുവാദം കൊടുത്തിട്ടുള്ളത്. ഇതാരെ സഹായിക്കാനാണ്?